കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഈ രാത്രിയിൽ വീണ്ടും കർത്താവിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഹാളിൽ കടന്നു വരുവാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 11-12 വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ധ്യാനിപ്പാൻ ഇടയായി തീർന്നത്. ഇന്ന് തുടർന്ന് താഴോട്ടുള്ള വേദഭാഗമാണ് നാം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, the sin of slander, and secondly we see the sin of judgmentalism. In verses 11 and 12, James points to these 2 sins which very often we don't consider to be sins, and to use that particular term which I referred to last week as Jerry Bridges refers to it as respectable sin. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കുകയുണ്ടായി. പൊതുവെ പാപം എന്നൊക്കെ പറഞ്ഞാൽ ചില പാപങ്ങളെ പാപമായിട്ട് പെട്ടെന്ന് തിരിച്ചറിയുന്ന അങ്ങനെയുള്ള പാപങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ വളരെ ഒരുപക്ഷെ നമ്മൾ പാപമായിട്ട് കരുതാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് we have discussed about the sin of slander, and if you look at these verses 11 and 12, James also talks about the sin of judgmentalism. And by the way, judgmentalism is one of the most subtle or seemingly innocuous of respectable sins, because it is often practiced under the guise of standing up for what is right. ഈ ഒരു പാപം പലപ്പോഴും നാം വളരെ അവഗണിക്കാറുണ്ട്. അതിൻ്റെ കാരണം പല സന്ദർഭങ്ങളിലും നാം ഇതിനെ ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, ഞാൻ സത്യം പറയും, ആ ഒരു ചിന്തയിൽ ഈ പാപത്തെ അത് വളരെ ആദരണീയമാകുന്ന ഒരു പാപമായിട്ട് പലരും കരുതുന്നു. പക്ഷെങ്കിൽ the problem with this kind of attitude is we most of the time assume that our opinions are correct. That's the problem. പല സന്ദർഭങ്ങളിലും ഈ വിധിക്കുക, ഇതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണ് വിധിക്കുക? വാട്ട് ഈസ് ജഡ്ജിങ് ആൻഡ് വാട്ട് ഈസ് നോട്ട് റിയലി, ആൻഡ് ഈവൻ the people of God are called upon to judge. We will deal with that. But why we many a times do not consider this sin of judgmentalism as a sin, and we consider it to be respectable sins? Why? Because we many a times say, oh, I am standing up for the truth. What I am telling you about somebody is the truth. Dear ones, just because something is true, you are not supposed to speak out whatever you assume to be truth. Many a times, what we assume to be the truth may not be the truth at all. That's the problem.
അതുകൊണ്ടാണ് നാം പലപ്പോഴും ചിന്തിക്കും നമ്മുടെ ഒപ്പീനിയൻസ് എല്ലാം കറക്റ്റാണ്. വാട്ട് ഐ സേ, ഞാനീ പറയുന്ന ഒപ്പീനിയൻ കറക്റ്റാണ്. പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് വേർ judgmentalism begins, when we equate our opinions with the truth. നാം നമ്മുടെ അഭിപ്രായങ്ങളെ സത്യമാണ് എന്നുള്ള നിലയിൽ അതിനെ അപ്രോച്ച് ചെയ്യും. എന്നാൽ I need to be cautious about what I am trying to leave with you this evening. The Word of God clearly condemns some actions such as those described in many New Testament passages as sins. For example, Romans chapter 1 verses 24 to 32. Galatians 5:19 to 21. And 2 Timothy 3:1 to 5. Okay? When we judge the sins which the Bible condemns as sin, when we judge those sins, we are simply agreeing with the Bible, that's all. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. വേദപുസ്തകം പാപം എന്ന് വിളിക്കുന്ന പല പ്രവർത്തനങ്ങളെക്കുറിച്ചും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം 1 അധ്യായം 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്യർ 5:19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ, 2 തിമോത്തി 3:1 മുതൽ 5 വരെ. So when we judge these things are sin, we are simply agreeing with the Word of God. Okay? ഈ വേദപുസ്തകം പാപമെന്ന് വിളിക്കുന്ന ഒരു കാര്യത്തെ പാപമെന്ന് നാം വിധിക്കുമ്പോൾ നാം അത് മറ്റൊരാളെ വിധിക്കുകയല്ല, നേരെ മറിച്ച് വേദപുസ്തകം എന്തു പറയുന്നോ അതിനോട് നാം എഗ്രി ചെയ്യുകയാണ്. And in fact, concerning the teachings of the Word of God, the Bible calls us to be discerning and judgmental. Okay? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത് be discerning, judge. And certain teachings are essential to biblical faith and need to be defended. Okay? വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങളെ നാം ഡിഫെൻഡ് ചെയ്യണം. അതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം. Somebody has rightly said, I am recalling from my memory, as far as the essential and basic doctrines, teachings of the Bible are concerned, we need to have unity in the essential and fundamental teachings of the Word. Okay? We need to have what? Unity. In fundamentals, we need unity. In non-essentials, we need liberty. And thirdly, in all things, charity. Okay? In essentials, unity.
where the Bible condemns something to be, some action to be sin, we don't have to be, just because somebody is our khas dost, we shouldn't side with that person. മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകം പാപമെന്ന് വിളിക്കുന്ന ഒരു കാര്യത്തെ ഇന്നാളെൻ്റെ ഉറ്റ സുഹൃത്താ, അതുകൊണ്ടൊന്ന് മെല്ലെ പോയേക്കാം. നോ, അതാ പറഞ്ഞത്. സോ വി നീഡ് ടു ഹാവ് യൂണിറ്റി. വി നീഡ് ടു ഹാവ് യൂണിറ്റി ഇൻ എസെൻഷ്യൽസ്. വി നീഡ് ടു ഹാവ് ലിബർട്ടി ഇൻ നോൺ എസെൻഷ്യൽസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുക, അടുത്ത ആഴ്ച ഇവിടുത്തെ അടിസ്ഥാന ഉപദേശം എല്ലാവരും വെള്ളം ഇട്ടുകൊണ്ട് വരണം, മാസ്ക് വരെ വെള്ളയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് അടിസ്ഥാന ഉപദേശം അല്ല. There we should have liberty. If somebody puts on a colored dress, okay, decently dressed ആയിരിക്കണം. ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ പിക്നിക്കിന് പോകുന്നത് പോലെ സഭായോഗത്തിനോ കൂട്ടായ്മകൾക്കോ വരരുത്. ഓഫീസിൽ പോകുന്ന പോലെ വരണം. ഓഫീസിൽ ഇപ്പോൾ കാഷ്വലൊക്കെ ഇടാം. ഞാൻ പറഞ്ഞ് പഴയ ഓഫീസ് സെറ്റപ്പിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴത്തേതല്ല. ഓക്കെ, അത് വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. ഡീസൻറ്റ് ഡ്രസ്സിങ് അത് പുസ്തകത്തിലുള്ളതാണ്. അവിടെ നമുക്ക് അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഡീസൻറ്റ് ഡ്രസ്സിങ് എന്താണെന്നുള്ള ചോദ്യം വരും. ഡീസൻറ്റ് ഡ്രസ്സിങ് എന്താ? റിവീലിംഗ് അല്ലാത്ത ശരീര ഡ്രസ്സിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രസ്സ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യുന്നതാണ് ഡീസൻറ്റ് ഡ്രസ്സിങ്. അത്രയും ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടിസ്ഥാനപരമാകുന്ന when it comes to the fundamental biblical teachings, that has to be defended at any cost. അതുകൊണ്ട് let us see, ഞാൻ വളരെ പെട്ടെന്ന് ഇതൊന്ന് പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. And what judging others does not mean. ഇവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വിധിക്കുകയും ദുഷിക്കുകയും ചെയ്യരുത്. ഓക്കെ, ദുഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇവിടെ വിധിക്കരുത്. വാട്ട് ഡസ്, അതിൻ്റെ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ വാട്ട് ജഡ്ജിങ് അതേഴ്സ് ഡസ് നോട്ട് മീൻ. ഓക്കെ, it is not judging, listen carefully, it is not judging someone to be discerning with regard to his character or teaching. അത് മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ, അതുകൊണ്ടാണ് ഈ ഉപദേശിക്കുന്നവരോടുള്ള ബന്ധത്തിൽ വചനം വളരെ കൃത്യമാണല്ലോ. ഒരു ഹയർ സ്റ്റാൻഡേർഡാണ് അവർക്കുള്ളത്. ബൈബിൾ സെറ്റ് ദ സ്റ്റാൻഡേർഡ് ഹൈ അപ്പ് ദർ. ഇഫ് യു ആർ കോൾഡ് അപ്പോൺ ടു ബി എ ടീച്ചർ ആൻഡ് എ പ്രീച്ചർ ഓഫ് ദ വേർഡ്, ദ സ്റ്റാൻഡേർഡ് ഈസ് ഡിഫറെൻറ്റ്. ആൻഡ് ഐ ആം അവെയർ ഓഫ് ദാറ്റ്. ആൻഡ് എവ്രി വൺ ought to be aware of that. Okay, so when it comes to not judging someone to be discerning with regard to his character or teaching. Now, Matthew's Gospel, chapter 7 and verse 1. This is a favorite text of some people who sell the gospel in the name of Christ, and they claim everything to be from the Spirit. ആത്മാവ് എന്നോട് അങ്ങ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ വിളിച്ചു പറയാമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ പറയും, ഡു നോട്ട് ജഡ്ജ്.
Do not judge. Matthew 7:1. ഒന്ന് വായിച്ചേ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. Okay. What does it mean? It is Matthew 7:1. Many people cite this passage about not judging others, but they never bother to read down to verse 6, where Jesus says, verse 6. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ. If you are not discerning enough and if you don't judge, how will you ever know which is a dog and which is a swine? ഇല്ലേ? അപ്പോൾ 7:1 തന്നെ പറഞ്ഞു വിധിക്കരുത്. പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത വേദഭാഗത്തേക്ക് വരുമ്പോൾ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുന്നിൽ. അപ്പോൾ പന്നിയേയും നായേയും തിരിച്ചറിയാൻ തക്കവണ്ണം ഡിസേൺ ചെയ്യുകയും വിധിക്കുന്ന ആ ജഡ്ജ്മെൻറ്റ് കപ്പാസിറ്റി ഉപയോഗിച്ചില്ലേ എങ്ങനെയാണ് അറിയുന്നത് ഇത് നായാന്നോ പന്നിയാന്നോ എന്ന്? So many people don't read that. Okay. ഇത് മനുഷ്യരെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ നായെന്നും പന്നിയെന്നും പറയുമ്പോൾ മനുഷ്യരെ സ്റ്റാമ്പ് ചെയ്യുകയല്ല. സത്യത്തിൽ ഇവിടെ അവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. their character, അതിനെക്കുറിച്ചാണ് പറയുന്നത്. So if you want to come to a conclusion about if a person, his character and teachings, if it agrees, we need to be judging, we need to be discerning enough to know that. അല്ലേ? ഇത് നായാണോ പന്നിയാണോ എന്നറിയണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ജഡ്ജ് ചെയ്തേ തീരൂ. When you keep reading Matthew 7:15, 7:15 വരുമ്പോൾ വായിച്ചോളൂ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. നോക്കുക, how you will know? ആടുകളുടെ വേഷം പൂണ്ട് വരുന്നത് എങ്ങനെ അറിയുന്നേ? It takes a discerning and judgmental sheep to know whether someone is a true sheep or not, or a wolf. മനസ്സിലാക്കണം. ഇത് സത്യത്തിൽ ഈ ഡിസേണിങ് എന്നുള്ളത് ഇന്നില്ലാതെ വന്നേക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കൃത്യമായ ഡിസേണിങ് നമുക്ക് ആവശ്യമാണ്, ജഡ്ജ്മെൻ്റ് ആവശ്യമാണ്. If you do not see this discerning and judgmental capacity, that takes in judging somebody's teaching to be false. ഒരു വ്യക്തിയുടെ ഉപദേശം തെറ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിശ്ചയമായിട്ടും പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ വിധിച്ചേ പറ്റൂ. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചല്ല യാക്കോബ് ഇവിടെ പറയുന്നത്. ഓക്കെ, when James tell us do not be sitting in the seat of judgment, he does not mean this, because Bible calls forth discernment and judgment. അത് നമ്മൾ മനസ്സിലാക്കണം. റോമൻസ് 1-2 വേദഭാഗം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. റോമാലേഖനം 16:17-18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നോക്കണം, എത്ര ക്ലിയറാ. നിങ്ങൾ പഠിച്ച ഉപദേശം, പക്ഷേ ഉപദേശം പഠിക്കണമെന്നുണ്ടെങ്കിൽ
പുസ്തകം നന്നായി വായിക്കണം, ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, റീഡ് ഇറ്റ് പ്രയർഫുള്ളി. 3-ാമത്തെ സ്റ്റെപ്പ്, റീഡ് ഇറ്റ് കെയർഫുള്ളി, സിസ്റ്റമാറ്റിക്കലി. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടല്ല. പണ്ടാരണ്ടു പറഞ്ഞ പോലെ, ആരോ ഒരു പ്രസംഗം ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടു, ചിലരുടെ വേദോത്സവം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ നടുഭാഗം ഇങ്ങനെ ഉന്തി മുന്നോട്ടിരിക്കുമെന്ന്, സെൻറ്റർ ഈ ഭാഗം. അതിൻ്റെ കാര്യം എന്നാന്ന് മനസ്സിലായോ? കാരണം എപ്പോഴും വിടർത്തുന്നത് നടുഭാഗമാണ്. ഏതാണെന്നറിയോ? സങ്കീർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെ വിടർത്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശരിയാ? ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. How you will know that? How you will know? You will only know when you apply what you have learned. When you judge. Okay? എന്നിട്ട് പറയാ, അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ചക്കരവാക്കും, അതിനെക്കുറിച്ച് തന്നെ ഞാനൊരു സെർമൺ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചക്കരവാക്കും മുഖസ്തുതി. ഓക്കെ, അത് നമുക്കെല്ലാം അങ്ങ് പത്തിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അയ്യോ, അത് പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുന്നു. ഓക്കെ, സോ വി നീഡ് ടു ബി ഡിസേണിങ്, വി നീഡ് ടു ബി ജഡ്ജ്മെന്റൽ. ബട്ട് the judging or the judgmental spirit which James speak against is judging somebody based on our opinions. മനസ്സിലായോ? യാക്കോബ് ഇവിടെ വിധിക്കരുത് എന്ന് പറയുന്നത് വേദപുസ്തകം വിധിക്കാൻ ആവശ്യപ്പെടുന്ന വിധിയെയല്ല, നേരെ മറിച്ച് എൻ്റെ അഭിപ്രായമനുസരിച്ച്. അപ്പം ഞാൻ അസ്യൂം ചെയ്യുകയാണ് എൻ്റെ അഭിപ്രായം ശരിയാണ്. അപ്പം എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അത് വെച്ച് ഞാൻ മറ്റൊരാളെ എന്ത് ചെയ്യുകയാണ്? വിധിക്കുകയാണ്. ആ വിധി എന്താണെന്ന് യാക്കോബ് പറയുന്നത്. When I do that, James says, I am playing God. അതല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ, 12-ാം വാക്യം. ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? യാക്കോബിന് നേരിട്ട് കൂട്ടുകാരനെ വിധിക്കാൻ നീ ആരെന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷെ മുകളിൽ എന്നാ പറഞ്ഞേക്കുന്നേ? So when you think your opinions are 100% correct, and based on that opinions you judge your brother or sister, then you are playing God. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് വരികയാണ്. അത്ര വലിയൊരു പാപം. ഏത് പാപമാണെന്നറിയോ? ബ്ലാസ്ഫമി എന്ന പാപം. ഇതാ ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് വൺ ഓഫ് ദ സട്ടിൽ സിൻസ്. വളരെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇനോക്യുവസാണ് എന്ന് വെച്ചാൽ സീമിംഗ്ലി ഹാംലെസ്. ബട്ട് ഇത് യാക്കോബ് പറയുന്നത് ഭയങ്കര ഹാംഫുള്ളാണെന്ന്. ഓക്കെ, നമ്മൾ പലപ്പോഴും നേരെ തിരിച്ച ഇന്നത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക്
ഉപദേശം ആര് തെറ്റിച്ചാലെന്താ, പുസ്തകത്തിന് വിരോധമായിട്ട് ആര് പറഞ്ഞാലെന്താ, ഒരു കുഴപ്പമില്ല. വളരെ കംഫർട്ടബിളാണ്, എല്ലാവരും കംഫർട്ടബിളാണ്. അതേസമയം പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് പലപ്പോഴും ദൈവത്തോടല്ല സ്നേഹം, നമുക്ക് നമ്മോട് തന്നെയാണ് സ്നേഹം. ദൈവവചനം ദുഷിക്കപ്പെടുന്നതും അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇവിടെ യാക്കോബ് നമ്മളെ വാൺ ചെയ്യുകയാണ്, ബിവെയർ ഓഫ് ദിസ് വെരി സട്ടിൽ ആൻഡ് റെസ്പെക്റ്റബിൾ സിൻ. യു ആർ പ്ലേയിങ് ഗോഡ് വെൻ യു ഡു. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രണ്ട് വാക്യങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയും ഇന്ന് ഇത്രത്തോളം സമയം ശ്രദ്ധിച്ച വിഷയം ദ സിൻ ഓഫ് സ്ലാൻഡർ ആൻഡ് ദ സിൻ ഓഫ് ജഡ്ജ്മെൻ്റലിസം. ആൻഡ് ജെയിംസ് ആസ്ക്ഡ് us to say no to both these sins. ഇത് മറ്റ് നമ്മൾ ചിന്തിക്കുന്ന പാപങ്ങൾ പോലെയോ അതിനേക്കാളും ഇതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാം, ഇത് പലപ്പോഴും നമ്മൾ പാപങ്ങളായിട്ട് കരുതുന്നില്ല. അതാ ഈ പാപത്തിൻ്റെ പ്രശ്നം. നമ്മൾ പലപ്പോഴും അത് പാപമായിട്ട് നമുക്ക് തോന്നുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് യാക്കോബ് നമ്മെ വാൺ ചെയ്യുകയാണ്. നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്ന വിഷയം വേഴ്സസ് 13 to 17 ഒന്ന് വായിക്കുകയും നമുക്ക് ആ ഭാഗം വളരെ പെട്ടെന്ന് സമയത്തിൻ്റെ പരിമിതിയിൽ ഒന്ന് ചിന്തിക്കുകയും ചെയ്യാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. Okay, now we were talking about the test of true faith. അതാണ് നമ്മുടെ ക്യാച്ച് വേർഡ്. ഇവിടെ യാക്കോബ് ഈ വേദഭാഗത്ത് പറയുന്ന ഒരു വിഷയം, ട്രൂ ഫെയ്ത്ത് ജഡ്ജസ് pride by humbling oneself before God. യഥാർത്ഥത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആ സേവിങ് ഫെയ്ത്ത് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, യാക്കോബ് പറയുകയാണ് നിശ്ചയമായിട്ടും നമ്മൾ ആ അഹംഭാവത്തെ, നമ്മുടെ നിഗളത്തെ നാം അതിനെ ജഡ്ജ് ചെയ്യുകയും മാത്രമല്ല നമ്മെ തന്നെ ദൈവമുൻപാകെ വിനയത്തോടെ നാം സമർപ്പിക്കുകയും ചെയ്യും. ഈ 4:1 മുതൽ 12 വരെയുള്ളതാകുന്ന വേദഭാഗത്തിൽ പ്രധാനമായിട്ട് ഇൻ ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 1 to 12 James was talking about the need for humility to resolve conflicts and to have harmonious relationship with our brothers and sisters. യാക്കോബ് അതിൻ്റെ 1 മുതൽ 12 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ആ താഴ്മയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുകയായിരുന്നു. കാരണം ആ കലഹവും ശണ്ടയൊക്കെ ഒഴിവാക്കി ആ നല്ല റിലേഷൻഷിപ്പിൽ നമ്മളായിരിക്കണമെങ്കിൽ നമ്മൾ ഹമ്പിളായിരിക്കണം. ആ ഒരു കാര്യത്തെക്കുറിച്ച് യാക്കോബ് ഇതുവരെ പറയുകയായിരുന്നു. Now he turns to the subject of humility with regard to the future. അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ മാത്രമല്ല നമുക്ക് താഴ്മ ആവശ്യമായിരിക്കുന്നത്, പിന്നെയോ ഭാവിയോടുള്ള ബന്ധത്തിലും we need humility. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. ആൻഡ് ജെയിംസ് ബീയിങ് എ ഗുഡ് പാസ്റ്റർ, he is confronting arrogant spirit that he has observed
among the church members maybe. We should understand every epistle, every piece of advice was not given in a vacuum. It was all given in a context. Something really occasioned Paul to write what he did write. And something really occasioned James to write what he wrote. യാക്കോബോ പൗലോസോ ലേഖനങ്ങൾ എഴുതുമ്പോൾ വെറുതെ ഒരു ഫൈൻ മോർണിംഗിൽ എന്നാൽ കൊരിന്ത സഭയ്ക്ക് ഒരു ലേഖനം എഴുതിയേക്കാമെന്നും പറഞ്ഞ് എഴുതുകയല്ലായിരുന്നു. അവിടെ ആ ലേഖനം എഴുതാനുള്ള ഒരു സാഹചര്യം സംജാതമായി. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതിയത്. അപ്പോൾ ഇൻ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ വരവ് വരെയും മനുഷ്യൻ്റെ ആ ബേസിക്കായിട്ടുള്ള നേച്ചറിന് വ്യത്യാസമില്ലാത്തത് കൊണ്ട് 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിൻ്റെ വരവ് വരെ, സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന ആ സമയം വരെ ഈ കാര്യം ദൈവത്തിൻ്റെ പ്രൊവിഡൻസിൽ അങ്ങനെയുള്ള ഒക്കേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ലേഖനങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയെങ്കിൽ when James writes these verses, especially verses 13 to 17, he must have observed such arrogant pride. And maybe in the language of John the Apostle, in 1 John 2 verse 16, John calls this attitude the boastful pride of life. 1 യോഹന്നാൻ 2:16 എൻ്റെ കൈവശം ഇരിക്കുന്ന വേദപുസ്തകത്തിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ആ പുതിയ ട്രാൻസ്ലേഷനിൽ എങ്ങനെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അങ്ങനെ തന്നെയാ. ഓക്കെ, എനിവേ, ജീവനത്തിൻ്റെ പ്രതാപം, ബോസ്റ്റിംഗ്, boastful pride of life. അത് ഒരു പ്രശ്നമായിരുന്നു. ഇത് അന്നും പ്രശ്നമായിരുന്നു, ഇന്നും ഇത് പ്രശ്നമാണ്. കർത്താവ് വരുവോളം, as we mature, as we learn from God's word, until and unless we learn from God's word, we will all be boastful, proud, arrogant. And what I am going to tell you is exactly happened. No exaggeration. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എക്സാക്ട്ലി സംഭവിച്ചതാണ്. ഒരതിശയോക്തിയില്ല. ഒരു സഭയിൽ, ഞാൻ ശുശ്രൂഷിച്ച സഭയല്ല, ഒരിടത്ത് ഒരു പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് നിന്ന് പറയുക, സാക്ഷ്യമെന്ന് പറയുന്ന പരിപാടിക്ക് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുക, ഞാൻ ഈ സഭയിലെ ഏറ്റവും വലിയ ധനികനാണെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല സഹോദരങ്ങളെ. എക്സാക്ട്ലി ഈ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഒരു അതിശയോക്തിയില്ല. ഈ വാക്കുകൾ നോക്കിയേ, ഇത് ഇന്ന് മാത്രമല്ല, പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജീവനത്തിൻ്റെ പ്രതാപം, boastful pride of life. ഈ boastful pride of life ഞങ്ങളുടെ അവിടെയൊക്കെ ഇത് ഇച്ചിരി കൂടുതലാണ്. ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഒരാൾ 3 bedroom വീടുണ്ടാക്കിയാൽ അടുത്തയാൾ 5 bedroom-ആണ് ഉണ്ടാക്കുന്നത്. എന്തോ ഇതിന് ആവശ്യം? എന്തോ ആവശ്യമുണ്ടേ ഉണ്ടായിക്കോ. ആവശ്യമുണ്ട്, പിന്നെ കയ്യിൽ അതിനുള്ള റിസോഴ്സസും ഉണ്ടേ ഉണ്ടായിക്കോ, കുഴപ്പമൊന്നുമില്ല, ആരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ആ വീടുകളെല്ലാം പ്രേതഭവൻ, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നാടൻ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
BBC ഒരു റിപ്പോർട്ട് വന്നെടുത്ത കാലത്ത്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഏറ്റവും അനാഥമായി കിടക്കുന്ന വീടുകൾ, എത്ര വീടുകളുണ്ടെന്നറിയാം? എത്രയോ വീടുകൾ. എന്തിനായിരുന്നു? I am somebody, boastful pride of life. ഈ പ്രശ്നം അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അവിടെയാണ് യാക്കോബ് ഈ കാര്യം അഡ്രസ് ചെയ്യുന്നത്. And by the way, what is the sin of these people which James the apostle points his finger to? It is not about making plans for the future. Making plans for the future in and of itself is not a sin. Making plans. Okay? But what was the sin? These people were making plans without taking into account their own mortality and God's sovereignty. That is the sin. ഇവിടുത്തെ പ്രശ്നം എന്നാ? അവര് നാളെ ഞങ്ങൾ ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞതാണോ? അല്ല, അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം, അവർ പ്ലാൻ ചെയ്തപ്പോൾ അവരെത്ര എന്താ പറയുന്നത്, എത്ര നിസ്സാരരാണെന്ന് തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴ്പ്പെടാതെ അവരുടെ പദ്ധതികളെ അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു. അവിടെയാണ് യാക്കോബ് പറയുന്ന ഈ പാപത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. What was the sin? This is the sin. And this is the sin is very much similar to what Jesus condemns in Luke's Gospel, chapter 12, verses 19 to 20. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 19 മുതൽ 20 വരെ യേശു കർത്താവ് പറയുന്ന ആ കാര്യമാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ഒന്ന് വായിച്ചോളൂ. പിന്നെ എന്നോട് തന്നെ നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്കുക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട് മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ഇത് തന്നെയാണ് യാക്കോബ് പറയുന്നത്. അവനെല്ലാം സ്വരൂപിച്ചു വെച്ചു. എന്നിട്ട് പറയാ, അവനോട് തന്നെ പറയുക. എന്താ പറയുന്നേ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ദൈവമോ അവനോട് മൂഢ, യു ഫൂൾ, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഓക്കെ, നൗ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ. സോ പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ പെർ സേ ഇസ് നോട്ട് എ സിൻ. ഓക്കെ, ഭാവിക്ക് വേണ്ടി നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നത് അതിൽ തന്നെ പാപമല്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണം? In other words, how should God's people plan for the future, or have to plan properly? As far as God's people are concerned, how we should plan properly. Number 1, when we plan for the future, always bow down before God's sovereignty and acknowledge our frailty always. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ഭാവിക്ക് വേണ്ടി കരുതുമ്പോൾ, നമ്മൾ ഭാവിയെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കുമ്പോൾ 2 കാര്യങ്ങൾ ദൈവമക്കൾ ചെയ്യണം. 1, ദൈവത്തിൻ്റെ പരമാധികാരത്തിങ്കൽ നാം നമ്മെ കീഴ്പ്പെടുത്തണം.
2, നമ്മളെത്ര നിസ്സാരന്മാരാണെന്നുള്ള ബോധം എല്ലാ നിമിഷവും നമ്മളെ ഭരിക്കണം. ഈ 2 കാര്യങ്ങൾ ആണ് ഭാവിയെക്കുറിച്ച് നാം പ്ലാൻ ചെയ്യുമ്പോൾ ദൈവമക്കൾ ചെയ്യേണ്ടത്. 1, ദൈവത്തിൻ്റെ ബൗ ബിഫോർ ഗോഡ്സ് സോവറൻറ്റി, ദൈവത്തിൻ്റെ പരമാധികാരത്തിന് മുമ്പിൽ നാം നമസ്കരിക്കുക, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെടുക. ഇവിടെ യാക്കോബ് പറയുന്ന പ്രശ്നം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ ബിസിനസ് പീപ്പിൾ അവർ ഭാവിയെക്കുറിച്ചുള്ളതാകുന്ന പദ്ധതി തയ്യാറാക്കിയതല്ല അവരെക്കുറിച്ച് യാക്കോബ് പറയുന്ന പാപം. പിന്നെ എന്താ? അവർ ഭാവിയെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കുന്നതുമല്ല, പിന്നെ ആ ബിസിനസ്സിൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്നതുമല്ല പാപം, അതുമല്ല പാപം. ഓക്കെ, പിന്നെന്താണ് യാക്കോബ് പറയുന്നത്? സത്യത്തിൽ പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്, ഇൻഫാക്റ്റ് ബൈബിൾ കമൻസ് ഫോർ പ്ലാനിങ് പ്രോപ്പർലി. ഫോർ എക്സാമ്പിൾ, ലൂക്സ് ഗോസ്പൽ, നമ്മൾ സത്യത്തിൽ ശരിയാകുന്ന നിലയിൽ പ്ലാൻ ചെയ്യുന്നതിനെ വേദപുസ്തകം നോ എന്ന് പറയുന്നില്ല, കമൻറ്റ് ചെയ്യുകയാണ് അതിനെ ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 14:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ അപ്പോസ്തലനാകുന്ന പൗലോസ് തൻ്റെ ട്രാവൽ പ്ലാൻസിനെ കുറിച്ച് റോമർക്ക് ലേഖനം എഴുതുന്നുണ്ടല്ലോ. റോമർ 15:20 മുതൽ 28 വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 വേദഭാഗങ്ങളും, ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്സ് ഗോസ്പൽ 14:28-32, അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? ഓക്കെ, അപ്പം നിശ്ചയമായിട്ടും അത് ആവശ്യമാണ്. പിന്നെ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പോളിൻ്റെ ട്രാവൽ പ്ലാൻസിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് അതിൽ തന്നെ തെറ്റല്ല. ഇൻഫാക്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് good stewardship if it is done in dependence on God and with regard for biblical priorities. Okay, ഫിനാൻഷ്യലായിട്ടുള്ള പ്ലാനിങ് നമ്മൾ നല്ല ഗൃഹവിചാരകന്മാരായിട്ട് കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെ? അവർ ഡിപ്പെൻഡൻസ്, നമ്മുടെ ആശ്രയം ആരിലായിരിക്കണം? ദൈവത്തിലായിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. 2, ബിബ്ലിക്കൽ പ്രയോറിറ്റീസ് ഉണ്ട്. ഹൗ ഐ ഷുഡ് ബി ഹാൻഡിലിങ് മൈ മണി, ഞാൻ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ബിബ്ലിക്കൽ പ്രയോറിറ്റീസ് ഉണ്ട്. ആ പ്രയോറിറ്റീസും ദൈവത്തിലുള്ളതാകുന്ന ആശ്രയബോധത്തോടും കൂടെ ഭാവിയെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തെറ്റല്ല. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ ലോസ് ഓഫ് ജോബിനെ കുറിച്ചോ ഒരു പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റിയെക്കുറിച്ചോ അല്പം സെറ്റ് അസൈഡ് ചെയ്യുന്നതോ അതൊന്നും അതിൽ തന്നെ തെറ്റല്ല. വേദപുസ്തകം ഒരിക്കലും അത് തെറ്റാണെന്ന് പറയുന്നില്ല. ആൻഡ് ഇൻ ഫാക്ട് ബൈബിൾ കമൻസ് ഹാർഡ് വർക്ക് ആൻഡ് റിവാർഡഡ് ഫോർ ദ സെയിം ഫിനാൻഷ്യലി ഫോർ ഇറ്റ്. അതിനെയെല്ലാം വേദപുസ്തകം കമൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ യാക്കോബ് ഇവിടെ പറയുന്ന വിഷയം, ദീസ് പീപ്പിൾ വർ പ്ലാനിങ് ആസ് ഇഫ് ദേ വർ സോവറിൻ and they were not bowing before the sovereign Lord, and they were arrogantly making plans for the future, but their plans did not include God at all.
അവരുടെ പ്രശ്നം, അവർ ഭാവിയെക്കുറിച്ചുള്ള പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അവർ ദൈവത്തെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇൻ അതർ വേർഡ്സ്, ദർ ട്രസ്റ്റ് വാസ് നോട്ട് ഇൻ God, rather their trust was in their financial or business enterprises. ഇല്ലേ? അവരുടെ ആശ്രയം ദൈവത്തിലല്ല, നേരെ മറിച്ച് അവരുടെ ധനത്തിലും അവർ ചെയ്യുവാൻ പോകുന്ന ആ ബിസിനസ്സിൻ്റെ അതിൻ്റെ മഹത്വത്തിലുമായിരുന്നു. In other words, they were assuming they were in control of the future and everything would go according to the plan. നോക്കിയേ, അവരുടെ ചിന്ത ഭാവിയുടെ കൺട്രോൾ ഞങ്ങളുടെ കയ്യില, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ഭാവി കാര്യങ്ങൾ നടക്കും. Actually, they, instead of doing this, what they ought to have done. Verse 15, 15ാമത്തെ വാക്യം. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ. സത്യത്തിൽ ഈ ഒരു പദപ്രയോഗം നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ ഞാൻ ഈ നമ്മുടെ വെഡ്ഡിങ് കാർഡുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. DV എന്ന് കണ്ടിട്ടുണ്ടോ? ചിലടത്ത് DV എന്ന് എഴുതും അല്ലേ? DV എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഗോഡ് വില്ലിങ്. പക്ഷേ അതൊരു ലാറ്റിൻ ഫ്രേസാണ്. ദയോ വോളൻറ്റേ. ദയോ വോളൻറ്റേ. ദയോ വോളൻറ്റേ എന്ന് പറഞ്ഞാൽ ഗോഡ് വില്ലിങ്, ഇഫ് ഗോഡ് വിൽസ്. സത്യത്തിൽ ഇത് പഴയ കാലത്തൊക്കെ ഉപയോഗത്തിലുണ്ടായിരുന്നൊരു പ്രയോഗമാണ്. ചില സന്ദർഭങ്ങളിൽ പൗലോസ് ഇതേ പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യാക്കോബോട് പറഞ്ഞു വരുന്നത്, നമ്മൾ പറയുന്ന എല്ലാത്തിൻ്റെയും കൂടെ ഗോഡ് വില്ലിങ് എന്ന് ഉള്ളിന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതാ. അല്ല, ഇനി പറയാൻ പറ്റിയില്ലേ പോലും നമ്മുടെ ഉള്ളിലെ ആറ്റിറ്റ്യൂഡ് അതാണെങ്കിൽ കുഴപ്പമില്ല. കാരണം അപ്പോസ്തലനാകുന്ന പൗലോസ് പല സന്ദർഭങ്ങളിലും ഇത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, ദൈവഹിതപ്രകാരം, ദൈവേഷ്ടപ്രകാരം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആ പദം താൻ ഉപയോഗിക്കുന്നില്ല. ബട്ട് അപ്പോസ്റ്റൽ പോൾ, ഹി ഓൾവേസ് ഡിപ്പെൻഡഡ് ഓൺ ഗോഡ് ആൻഡ് ഹി ഓൾവേസ് ബൗഡ് ബിഫോർ ദ സോവറിറ്റി ഓഫ് ഗോഡ്. ഓൾവേസ്. ഓക്കെ, പൗലോസ് ഈ യാക്കോബോട് പറയുമ്പോൾ ഇത് നമ്മൾ ഓരോ സെൻറ്റൻസിലും വെറുതെ പറയാൻ വേണ്ടി ഒരു വാക്കായിട്ട് നമ്മൾ പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. പറയുന്നെങ്കിൽ കൊള്ളാം, പറഞ്ഞില്ലെങ്കിലും ഓക്കെ. പക്ഷെങ്കിൽ അതിൻ്റെ കാരണം പൗലോസ് ചിലയിടങ്ങളിൽ ഈ പദം പറയുന്നുണ്ട്, എന്നാൽ ചിലയിടങ്ങളിൽ പറയുന്നുമില്ല. പക്ഷെങ്കിൽ പൗലോസ് എല്ലാ സന്ദർഭങ്ങളിലും താൻ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ പരമാധികാരത്തിന് തന്നെ എപ്പോഴും കീഴ്പ്പെടുത്തുകയും ചെയ്തു, തൻ്റെ ഭാവിയോടുള്ളതാകുന്ന ബന്ധത്തിൽ. നമ്മളെപ്പോഴും വി നീഡ് ഓൾവേസ് ബി അവെയർ ഓഫ് അവർ ഫൈനൈറ്റ്നെസ്. നമ്മൾ ക്ഷണികരാണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ആൻഡ് വി നീഡ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ആൻഡ് ഹിസ് സോവറിൻ പർപ്പസ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്. ഈവൻ ഇഫ് വി ഡോണ്ട് സേ ഓൾവേസ് ഗോഡ് വില്ലിങ്, നമ്മളൊരു പക്ഷേ എപ്പോഴും ദൈവഹിതമായാൽ എന്ന് പറയുന്നില്ലെങ്കിലും our mindset should be that, and we should always be thinking about our God. നമ്മളെപ്പോഴും, കാരണം He controls the future. I do not in any way control my future. നമ്മൾ ആരും അല്ല ഈ കാര്യം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. See, even providing for the future. ഇപ്പോൾ എനിക്കൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടേ, നമ്മളങ്ങ് പറഞ്ഞേക്കാമല്ലോ. പക്ഷെ അത് വളരെ ചെറിയൊരു തുകയാണ്. ഒത്തിരി വർഷം മുമ്പ്
ഒരാൾ വന്ന് ഇങ്ങനെ എടുപ്പിച്ചതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. അത് 2026 ഏതാണ്ട് 1,05,000 ഏതാണ്ട് കിട്ടും. പക്ഷേ ശ്രദ്ധിച്ചേ, ഇഫ് സംതിങ് ടു happens to me, does it take care of my family's need? No. But അത് അതിൽ തന്നെ പാപമല്ല. ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെങ്കിൽ അതൊന്നും ഭാവിയിലെ കാര്യങ്ങളെ ഒന്നും കെയർ ചെയ്യാൻ പോകുന്ന കാര്യമല്ല. സോ വാട്ട് ഐ ഷുഡ് ഡു, ഇറ്റ് ഈസ് ഓക്കെ. കാരണം 1 തിമോത്തി 5:8 നമ്മൾ വായിക്കുന്നത് എന്താ? സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണമെന്നാ. സോ അത് തെറ്റല്ല. പക്ഷെ പ്രശ്നം എവിടെയെന്നറിയോ? സ്വന്തം കുടുംബത്തിന് വേണ്ടി എത്രത്തോളം നമുക്ക് കരുതാം, ലിമിറ്റുണ്ട്. നമ്മൾ എത്ര കരുതിയാലും ആ കരുതലിൻ്റെ അപ്പുറത്തൊരാവശ്യം എപ്പോൾ വേണേലും ഉണ്ടാകാം, ഇല്ലേ? നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചിലപ്പം ഏത് നിമിഷമാണ് അത് എന്തിനാ അധികം പറയുന്നത്? എന്തിനാ 2016 കോടികൾ ബാങ്കിലുണ്ടായിരുന്നവർ വെയിൽ കൊണ്ട് ATM മുന്നേ പോയി നിൽക്കുകയായിരുന്നു. ഇറ്റ് ക്യാൻ ഹാപ്പൻ. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ us to cover all the future emergencies, but it is not sin to ഭാവിയെക്കുറിച്ച് നമ്മൾ ചില കരുതൽ വെക്കുന്ന അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് അസാധ്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത് നിശ്ചയമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. See, trusting in God is the only true source of security for the future. നമുക്ക് എന്തോ ജോലിയുണ്ടെങ്കിലും, എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും, എത്ര ധനമുണ്ടെങ്കിലും, നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലായിരിക്കണം. അതാണ് യാക്കോബോട് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിച്ചേ, ബിസിനസ് ലൈഫ് എന്ന് പറയുന്നതും ചർച്ച് ലൈഫ് എന്ന് പറയുന്നതും 2 കമ്പാർട്ട്മെൻ്റ് അല്ല ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. അതായത് ശനിയാഴ്ച വരെയുള്ള കമ്പാർട്ട്മെൻ്റ് അങ്ങ് അടച്ചു, ഞായറാഴ്ച വരുമ്പോൾ വേറൊരെണ്ണം തുറന്നു. പിന്നെ ഇത് ഞായറാഴ്ച രാത്രി അല്ല, ഞായറാഴ്ച ഇവിടുന്ന് ആശീർവാദം കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ഇതങ്ങ് അടയ്ക്കും, മറ്റേത് തുറക്കും. അതല്ല. See, as far as a child of God is concerned, from the boardroom to the bedroom, Jesus is Lord of our life. അത് നമ്മൾ മനസ്സിലാക്കണം. ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, കുടുംബജീവിതമാകട്ടെ, എന്തും ആകട്ടെ, and our business ethics should reflect that we are not in charge of our business, rather Christ is in charge. അതാണ് യാക്കോബ് പറയുന്നത്. ശ്രദ്ധിച്ചേ, എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. വളരെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെക്കുലർ ലൈഫെന്നും സ്പിരിച്വൽ ലൈഫെന്നും 2 കാര്യമില്ല. നമുക്ക് സ്പിരിച്വൽ ലൈഫേ ഉള്ളൂ, അതേ ഉള്ളൂ നമുക്ക്. കാരണം ഒന്ന് അടച്ചു വെച്ചേച്ച് വേറൊന്നും തുടക്കുകയല്ല അടുത്ത നിമിഷം. ഇവിടുന്ന് നമ്മൾ പോകുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശത്തും നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ കർത്താവ് ലോഡായിരിക്കണം. അത് നമ്മളെ ഒരിക്കലും മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് കണ്ടക്ട് അവർ ജോബ്, അവർ ബിസിനസ് in a way that glorifies God. നമ്മുടെ ജോലിയാകട്ടെ, നമ്മുടെ ബിസിനസ് ആകട്ടെ, അത് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിലയിലായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ ബിസിനസ് എത്തിക്സ്. നോക്കിയേ, അതാണ് യാക്കോബ് പറയുന്നത്.
2, ആ കാര്യം കൂടെ 5 മിനിറ്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമതായിട്ട്, we should always acknowledge how frail we are. നമ്മുടെ ഫ്രെയിൽറ്റി, നമ്മൾ എത്ര നിസ്സാരന്മാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 14-ാം വാക്യം വായിച്ചേ. വായിച്ചു. 14. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ജീവിതത്തെ പറഞ്ഞേക്കുന്നുണ്ടോ? നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. പറഞ്ഞാൽ ഒരു കോഫി മഗ്ഗിനകത്ത് കോഫി പകർന്ന് ആ ആവി അല്പനേരം കാണാം, പിന്നെ അതില്ല. യാക്കോബ് പറയുകയാണ്, അതാണ് നമ്മുടെ ജീവൻ. അതുകൊണ്ട് ലൈഫ് ഈസ് ഫ്രെയിൽ. ജീവിതം അല്പനേരത്തേക്കേ ഉള്ളൂ. അത് യാക്കോബ് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. നാളത്തേത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നവരെ കേൾപ്പിൻ. അപ്പോൾ ഇവർ ഓൾറെഡി കൺക്ലൂഡ് ചെയ്തു, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങൾ പോയിരിക്കും, വഴിയിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, റോബേഴ്സ് വരത്തില്ല, ഒന്നും ഉണ്ടാകില്ല, ഞങ്ങൾ അവിടെ പോകും, 1 വർഷം കൂടെ എൻ്റെ ജീവൻ ഉണ്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളാകും, പിന്നെന്തുണ്ടാകും? ലാഭം ഉണ്ടാകും. ഇതൊന്നും ആരും എൻ്റെ കയ്യിൽ നിന്ന് കള്ളന്മാരൊന്നും പിടിച്ച് പറിക്കുകയില്ല. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, they were presuming for the unknown future. അതാണ് പാപം. അറിയാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത ഭാവിയെക്കുറിച്ച് അവർ പ്രസ്യൂം ചെയ്യുക, അതിനെ അങ്ങ് ഉറപ്പിക്കുക. യാക്കോബ് പറയാൻ, നോ, നിങ്ങളുടെ ജീവൻ മറഞ്ഞു പോകുന്ന ആവിക്ക് തുല്യമാണ്. ഓൾവേസ് തിങ്ക് അബൌട്ട് ഗോഡ് ആൻഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ ലൈഫ്. അടുത്ത മിനിറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. സോ ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്. ദാറ്റ് ഈസ് ഹൗ വി മസ്റ്റ് പ്ലാൻ. പ്ലാനിങ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പിന്നെ മോശയുടെ, നമ്മൾ അറിയാവുന്ന ഒരു വാക്യമാണല്ലോ, സാം നമ്പർ 90 വേഴ്സ് 10 and 12. പെട്ടെന്ന് വായിച്ചോളൂ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അയ്യോ, ഇത് ഹൗ മെനി അച്ഛൻ 60 കഴിഞ്ഞല്ലേ? ഓക്കെ, ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു, എത്ര പെട്ടെന്നാണ് അത് പോയതല്ലേ? ഹൗ ഫാസ്റ്റ്, എത്ര പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. അപ്പോൾ 80 അല്ല 100 പറഞ്ഞാലും ഇത് പെട്ടെന്ന് പോകും. അതുകൊണ്ട് മോശ പറയുക, അത് വേഗം തീരും, അതിൻ്റെ പ്രതാപം ദുഃഖവും പ്രയാസമാണ്, അത് വേഗം തീരും. അതുകൊണ്ട് 12-ാം വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നോക്കുക, ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ടേക്ക് ഗോഡ് ഇൻ ടു കൺസിഡറേഷൻ വെൻ യു പ്ലാൻ. നത്തിങ് റോങ് വെൻ പ്ലാനിങ്, നത്തിങ് റോങ്. ബട്ട് ടേക്ക് ഗോഡ്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ്. ദൈവമാണ് നമ്മുടെ ആശ്രയം, ദൈവമാണ് നമ്മുടെ സോവറിൻ. ദൈവത്തിൻ്റെ ഹിതമാണ് നാം കാംക്ഷിക്കേണ്ടത്. എപ്പോഴും നമുക്ക് ആ ഒരു പ്രാർത്ഥനയുണ്ടാകട്ടെ, ലോർഡ്, ഐ വാണ്ട് ടു ലിവ് അക്കോർഡിംഗ് ടു യുവർ റിവീൽഡ് വിൽ. ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് മൈ വിൽ. എനിക്ക് എൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കില്ല, അങ്ങയുടെ ഹിതം. ഓക്കെ, കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് താഴോട്ട് പറയുക, ഇത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ therefore എന്ന് പറഞ്ഞാൽ 17-ാമത്തെ വാക്യം, നന്മ ചെയ്യണമെന്ന്
ഒന്ന് വായിച്ചോ, അതോടെ വായിച്ചങ്ങ് അവസാനിപ്പിച്ചോ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ. നോക്കുക, ഇംഗ്ലീഷിൽ പറഞ്ഞ് therefore എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു വന്നത് കൺക്ലൂഡ് ചെയ്യുക. അപ്പം ഇത് ഏതാ നന്മ? ഇതാ നന്മ എന്ന് പറഞ്ഞാൽ, നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആസ് ഫാർ ആസ് അവർ ഫ്യൂച്ചർ ഈസ് കൺസേൺഡ്, ലെറ്റ് ഗോഡ് ബി ദ ഡിസൈഡിങ് ഫാക്ടർ ആൻഡ് തിങ്ക് അബൌട്ട് യുവർ ഓൺ ഫ്രെയിൽറ്റി ആൻഡ് യു നോ ദാറ്റ്. ആൻഡ് ഇഫ് യു, അത് അതാണ് നന്മ. അത് അറിയാമായിരുന്നിട്ടും, ജീവിതം ഇത്ര ആവിയാണെന്നൊക്കെ അറിയാമായിരുന്നിട്ടും പക്ഷേ ജീവിക്കുന്നത് അങ്ങനല്ല. അപ്പോൾ അത് പാപമാണ്. ദാറ്റ് ഈസ് എ സിൻ. അതാ യാക്കോബ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ബൗ ഡൗൺ അവർ ഹെഡ്സ് ഇൻ പ്രേയർ. നമ്മുടെ തലകളെ പ്രാർത്ഥനയ്ക്കായിട്ട് വണക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം.